ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കോളിഫ്ലവർ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബട്ടർ ഗോപിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, ക്രീമി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ നല്ല പോലെ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഓരോരുത്തർക്കും പല അളവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ കൂടി പോകണ്ട കേട്ടോ, നമുക്ക് ചിക്കനിലേക്ക് അത്രയൊന്നും മഞ്ഞൾ ആവശ്യമില്ല. ഇനി ഇതിന് ഒരു ചെറുനാരങ്ങ ഞാനൊന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കോളിഫ്ലവർ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അളവ് അങ്ങനെ തൂക്കമൊന്നും പറയാനറിയില്ല, ഒരു വലിയൊരു കോളിഫ്ലവർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് സമയം മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിതുപോലെ പാനിൽ കുറച്ച് ഓയിലും ബട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിൽ മാത്രം നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് നല്ല പീസുകളായിട്ട് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് മസാല നമ്മൾ ഒന്ന് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലവറും മൈദയും ഒരു മുട്ടയും കൂടെ ഉടച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ നല്ല രീതിയിൽ തന്നെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ഇല്ലാണ്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റുന്നത്. അപ്പോൾ ആ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലേക്ക് തന്നെയാണ് കേട്ടോ 2 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നും ചതക്കാണ്ട് മുഴുവനായിട്ട് തന്നെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ഈ മസാല ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാനാണ് കേട്ടോ, അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചതക്കാത്തത്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ ബട്ടർ ചിക്കൻ്റെ ആ ഒരു മസാല പോലെ തന്നെയാണ് ഈ ഒരു ബട്ടർ ഗോപിക്കും മസാല സെയിമാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പനീറും ഇതുപോലെ ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രേവിയൊക്കെ സെയിമാണ് കേട്ടോ. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരുപാട് സമയം ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ചൂടാറിയാൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അരച്ചിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അരച്ചിട്ടുണ്ട്, അരച്ചത് ആ ഒരു പാനിലേക്ക് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിയ പീസുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ചെറിയ പീസുകളാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഗരം മസാല ഒരുപാട് കൂടിപ്പോകണ്ട, അപ്പോൾ ഒരു ഗരം മസാലയുടെ ഒരു കുത്ത് വരും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം തന്നെ ചേർക്കുക കേട്ടോ. ക്രീം ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ബട്ടർ ചിക്കനിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കസൂരി മേത്തി ചേർക്കണില്ല, എൻ്റെ അടുത്ത്
കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചേർക്കാത്തത്. കസൂരി മേത്തിയും കൂടെ ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ പ്ലേറ്റിലെടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചൂടോട് കൂടി തന്നെ ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയ പീസും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.